ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. നമ്മുടെ വീടുകളിൽ ഊണിന് സാധാരണയായി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണല്ലോ തോരൻ. ക്യാബേജ്, ബീട്രൂട്ട്, പയർ, ക്യാരറ്റ് ഒക്കെ വെച്ച് നമ്മൾ തോരൻ ഉണ്ടാക്കും. എന്നാൽ ക്യാബേജും പപ്പടവും കൊണ്ടൊരു തോരൻ അധികം ആരും ഉണ്ടാക്കി കാണില്ല. അപ്പോൾ നമ്മുടെ ക്യാബേജ് പപ്പടത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി നല്ലപോലെ ചൂടാക്കുക. മൺചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചട്ടി എടുത്തത്. അപ്പോൾ ഈ ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ അധികം വേണ്ട എന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാബേജിൻ്റെ അളവനുസരിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും ഒഴിക്കണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ എണ്ണ ഒന്നെല്ലാം നല്ലപോലെ ഒന്ന് സ്പ്രെഡായി കിട്ടുമ്പോൾ നമ്മൾ ഓരോ ചേരുവകൾ ചേർക്കുമ്പോഴും അത് അടിക്ക് പിടിക്കാതെ ഇരിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ടു. അപ്പോൾ കടുക് ഒന്ന് നല്ലപോലെ പൊട്ടിക്കിട്ടണം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം കടുകിടുക. അപ്പോൾ പെട്ടെന്ന് അത് പൊട്ടിക്കിട്ടും, കരിഞ്ഞു പോകത്തില്ല. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില പൊട്ടിച്ചിടാം. കറിവേപ്പില അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്ത് വരട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. ചെറിയുള്ളി ഇഷ്ടമുള്ളവർക്ക് ചെറിയുള്ളി ചേർക്കാം, ഏതാണേലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മൊത്തം തോരന് വേണ്ടത് ഞാൻ 2 മീഡിയം വലിപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു 3 ടീസ്പൂൺ സവാളയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തത്. അപ്പോൾ അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് അതിലേക്ക് ഇനി എരിവിനായിട്ട് ഒരു വലിയ പച്ചമുളകാണ് ഞാൻ കീറിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എരിവ് പോരാ തോരന്. ബാക്കി എരിവ് നമ്മൾ എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ഈ മുളക് ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനും നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ പപ്പടത്തോരൻ, പപ്പടം ഇതിലായിരുന്നു മെയിൻ ഐറ്റം ആണല്ലോ. അപ്പം പപ്പടത്തിന് ഓൾറെഡി ഒരു ഉപ്പ് രസം കാണും. അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ സൂക്ഷിച്ച് ചേർക്കുക. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ പറഞ്ഞ മാതിരി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ക്യാബേജൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് വേണോ എന്നുള്ളത് നോക്കിയിട്ട് അധികം ഉപ്പ് ചേർക്കാതെ ശ്രദ്ധിച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ക്യാബേജാണ്. അതായത് ഏകദേശം നല്ല വലിപ്പമുള്ള ക്യാബേജിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കൊത്തി നുറുക്കി അരിഞ്ഞെടുക്കുക. അതെങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾ കൊത്തി അരിയുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയെടുക്കുവാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് അത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടിയും സവാളയും എണ്ണയും ഒക്കെ ക്യാബേജ് ഫുള്ളായിട്ട് നല്ലപോലെ എത്തുന്ന മാതിരി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് വഴട്ടി എടുക്കണം. അപ്പം ഇത് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നില്ല. സാധാരണ തോരൻ നമുക്ക് അടച്ച് വെച്ചാണെങ്കിലും അല്ലാതെയും വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം അതിനകത്തോട്ട് നിൽക്കും. അപ്പം നിങ്ങൾ അടച്ച് വെക്കാതെ തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും തോരൻ. അപ്പോൾ അത് അവിടെ ഇരുന്ന് മൂക്കട്ടെ. അപ്പം നമുക്ക് സൈഡിൽ ഞാൻ വേറെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പടം എടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ പപ്പടം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 വലിയ പപ്പടം ചെറുതായിട്ട് നുറുക്കി എടുത്തിരിക്കുവാണ്. നിങ്ങൾക്ക് കൈ വെച്ചോ കത്രിക വെച്ചോ കത്തി വെച്ചോ എന്ത് വേണമെങ്കിലും വെച്ചോ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അധികം വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ പരത്തി ഇട്ട് എല്ലാ കഷ്ണവും ഒരുപോലെ ഒന്ന് വറുത്ത് കിട്ടുന്ന മാതിരി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അത് നല്ലപോലെ വറുത്തതിന് ശേഷം നമുക്കതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന സവോളയും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മളിത് വറുത്ത് കോരി മാറ്റുവാണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വേറെ ഒരു സംഭവം, നമ്മൾ നേരത്തെ ആകെ ഒരു പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് എരിവ് അത് പോരല്ലോ. അപ്പം നമുക്ക് കുറച്ച് എരിവിന് ഞാനിവിടെ 4 വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 വറ്റൽ മുളക് നമ്മൾ ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മൂപ്പിച്ച് ചുട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൂപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അങ്ങനെ വറ്റൽ നല്ലപോലെ മൂപ്പിച്ചെടുത്ത് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അത് എന്നിട്ട് നമുക്കൊന്ന് കോരി മാറ്റാം. പിന്നെ നമുക്കിതിൽ തോരന് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നുണ്ടല്ലോ, തേങ്ങ.
തേങ്ങ ഉള്ളതാണല്ലോ തോരൻ. അപ്പം നമുക്കിതിൽ തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടോ, അരമുറി തേങ്ങ ചിരകിയതും നമ്മളിപ്പം മൂപ്പിച്ചെടുത്ത 4 വറ്റലും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം പെട്ടെന്ന് ഇത് വറ്റൽ ചിലപ്പോൾ അത്രയും നമ്മൾ പെട്ടെന്ന് അടിക്കുമ്പോൾ അങ്ങനെ ചതഞ്ഞ് വരത്തില്ല. അപ്പോൾ ആദ്യം വറ്റലൊന്നിട്ട് അടിച്ചതിന് ശേഷം തേങ്ങയും കൂടിയിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ അതാണ് ഞാനിവിടെ ഒതുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പപ്പടം വറുത്ത ആ ചട്ടിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ സവാള ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 മീഡിയം സൈസ്, അധികം വലുപ്പമില്ലാത്ത ആയതുകൊണ്ടാണ് 2 എടുത്തത്. വലിയ സവാളയാണെങ്കിലും 1 മതി. നിങ്ങൾക്ക് ചെറിയുള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് പകരം ചെറിയുള്ളി ഒരു 10-15 വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സവാള നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. അപ്പോൾ കറിവേപ്പില കുറച്ച് അധികം ഇടുന്നത് തോരൻ്റെ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു തണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുവാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായിട്ട് വഴണ്ട. നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 അത് വെന്തിരിക്കുവാണ്. അപ്പോൾ അത് കറക്റ്റ് പാകം ആവുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് അപ്പുറത്ത് നമ്മുടെ പപ്പടം മിക്സ് ചെയ്യാനുള്ള കൂട്ടും കൂടിയും തയ്യാറാക്കി എടുക്കാം. ഒരേ സമയം രണ്ടും ചെയ്യാം നമുക്ക്. ഇടയ്ക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കുക. ചട്ടിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും പിടിച്ച് വരത്തില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ കണ്ടോ, നല്ലപോലെയൊക്കെ വെന്ത് അതിൻ്റെ ഒരു പരുവം ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ സവാള എന്തായെന്ന് നോക്കാം. അപ്പോൾ സവാള നല്ലപോലെ വഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, അതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. അപ്പം അത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും വറ്റലും കൂടി ഒതുക്കി ആ കൂട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അത് നല്ലപോലെ ഇട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് ആ തേങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പപ്പട ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പപ്പട ചമ്മന്തിയിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ പിന്നെ പപ്പടം ഇട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ പപ്പട ചമ്മന്തി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ഈ തേങ്ങ നല്ലപോലെ ഇതിനകത്തോട്ട് ഇട്ട് ഇളക്കി ആ എണ്ണയുമായിട്ടൊക്കെ ചേർന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടവും കൂടി ചേർത്തൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പപ്പടം കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കണമെങ്കിൽ പപ്പടം ഏറ്റവും അവസാനം, തോരൻ്റെ അവസാനം ചേർത്താലും മതി. അപ്പോൾ ആ ടേസ്റ്റ് അങ്ങനെ നിൽക്കും. പക്ഷെ പപ്പടം ആയതുകൊണ്ട് ഒരുപാട് സമയം അങ്ങനെ ആ ക്രിസ്പി നേച്ചറിൽ നിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു എൻ്റെ എളുപ്പത്തിന് വേണ്ടി, നിങ്ങളെ കാണിക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയത്. അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക്, നമ്മുടെ ക്യാബേജ് ഇവിടെ വെന്തിട്ടുണ്ട്, അപ്പോൾ നേരിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയാലും മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയത് ഞാനിപ്പോൾ നമ്മുടെ ക്യാബേജിലോട്ട് ചേർക്കുവാണ്. അപ്പോൾ അത് നല്ലപോലെ ചേർത്ത് എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാബേജ് പപ്പടത്തോരൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മൺചട്ടിയിലൊക്കെ വെക്കുന്നതുകൊണ്ടും നമ്മുടെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും നല്ല മൂപ്പിച്ചെടുത്ത വറ്റൽമുളകും മൂപ്പിച്ച തേങ്ങയും എല്ലാം കൂടി നല്ല രുചിയാണ്. അടിപൊളി റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് ഒരു പ്രത്യേക വിശേഷ ദിവസങ്ങളിലോ സദ്യക്കോ ഒക്കെ ആണെങ്കിലും സാധാരണ ഉണ്ടാക്കുന്ന തോരനിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ക്യാബേജ് പപ്പട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലി അതിൻ്റെ ഒരു മേമ്പൊടിക്കും ആ ഒരു മണത്തിനും വേണ്ടി ഒരു കറിവേപ്പില തണ്ടും കൂടി ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ആകെ ചേർത്തത് 3 തണ്ട് 3 ഘട്ടത്തിലായിട്ടാണ് ഞാൻ ചേർത്തത്. അതതിൻ്റെ രുചി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ആദ്യമേ ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലേവർ ഒരുപാട് കിട്ടത്തില്ല. അപ്പോൾ അവസാനം നമ്മൾ ആ പച്ച കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഏറ്റവും അവസാനം ഒരു തണ്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ക്യാബേജ് പപ്പട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീണ്ടും പുതിയ ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ കാത്തിരിക്കുക. അതുവരെ സ്റ്റേ ഹെൽത്തി.